തമിഴകത്തെ പോരിന്റെ വിധി വരുമ്പോൾ അപ്രതീക്ഷിത അടിയൊഴുക്കുകളും ട്വിസ്റ്റുകളും മാത്രം. ഒരു തരത്തിൽ പറഞ്ഞാൽ സിനിമയേക്കാൾ നാടകീയത. തമിഴകത്ത് TVK തരംഗം ആഞ്ഞടിച്ചപ്പോൾ DMKക്ക് അടിതെറ്റിയെന്ന് മാത്രമല്ല, ജനവിധിയിൽ DMK മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. തുടർഭരണം എന്ന ലക്ഷ്യവുമായി കളത്തിലിറങ്ങിയ DMKക്കും കൈവിട്ടുപോയ ഭരണം എങ്ങനെയും തിരിച്ചു പിടിക്കണമെന്ന വാശിയിൽ BJPയെ കൂട്ടുപിടിച്ച് പോരിനിറങ്ങിയ മുഖ്യ പ്രതിപക്ഷ കക്ഷി അണ്ണാ DMKക്കും അപ്രതീക്ഷിത തിരിച്ചടി നൽകിയാണ് വിജയുടെ TVKയുടെ വിജയം. DMKയുടെ കോട്ടകൊത്തളങ്ങൾ തകർത്താണ് വിജയുടെ പടയോട്ടം. DMK AIDMK കക്ഷികൾ മാറി മാറി ഭരിച്ച തമിഴകത്ത് വിജയുടെ TVK ശക്തമായ പ്രകടനം കാഴ്ചവെച്ചതിനെ പകപ്പോടെ കാണുകയാണ് മറ്റു മുന്നണികൾ. ഇതുവരെ കരുത്തുകാട്ടി കൂടെ നിന്ന നിർണായക മണ്ഡലങ്ങൾ പോലും DMKയെ കൈവിട്ടുവെന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി സ്റ്റാലിനെ തറപറ്റിച്ചുകൊണ്ടാണ് വിജയുടെ TVK തമിഴകത്ത് നിലയുറപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഉപമുഖ്യമന്ത്രിയും സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിനും അതിദയനീയമായി പിന്നിലേക്ക് തള്ളപ്പെട്ടെങ്കിലും പിന്നീട് നേരിയ തോതിൽ ലീഡ് ഉയർത്തി. ഇപ്പോൾ തമിഴകത്തെങ്ങും ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം പുറത്തിറങ്ങുന്ന ആവേശവും ആഘോഷവുമാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് കന്നി അംഗത്തിൽ തന്നെ തമിഴ്നാട്ടിൽ TVK തരംഗം ആഞ്ഞടിക്കുകയാണ്. 100-ന് മേൽ സീറ്റിൽ ലീഡ് തുടരുന്ന TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഭരണത്തിലെത്താനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. MGR, ജയലളിത എന്നിവരെ പോലെ സിനിമാ രംഗത്തു നിന്നും രാഷ്ട്രീയത്തിലെത്തി വിജയിച്ചവരുടെ ചരിത്രം പിന്തുടരുകയാണ് വിജയ്. യുവാക്കൾക്കും സ്ത്രീകൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും മുൻഗണന നൽകുന്ന വാഗ്ദാനങ്ങളായിരുന്നു കന്നി അംഗത്തിൽ വിജയ് മുന്നോട്ട് വെച്ചത്. ഇതെല്ലാം വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. വ്യക്തിപരമായ വിവാദങ്ങളും പ്രചാരണ റാലികളിലുണ്ടായ അപകടങ്ങളും വിജയ്ക്ക് വിലങ്ങുതടിയാകുമെന്ന് കരുതിയെങ്കിലും അവയെ മറികടക്കാൻ വിജയ്ക്ക് സാധിച്ചു. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 സീറ്റ് നേടാൻ TVKക്ക് കഴിഞ്ഞേക്കില്ല. ഈ സാഹചര്യത്തിൽ സർക്കാർ രൂപീകരിക്കാൻ വിജയ്ക്ക് സഖ്യകക്ഷികൾ ആവശ്യമായി വന്നേക്കും. തിരഞ്ഞെടുപ്പിന് മുൻപ് AIDMK നയിക്കുന്ന NDAയുമായും DMKയുമായും സഖ്യം ഉണ്ടാക്കില്ലെന്ന് TVK വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഭൂരിപക്ഷം നേടാൻ ചെറിയ ദ്രാവിഡ പാർട്ടികളുടെ പിന്തുണ ആവശ്യമായി വന്നേക്കാം. ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം താൻ എതിർത്ത ദ്രാവിഡ പാർട്ടികളുമായി വിജയ് കൈകോർക്കുമോ എന്നതാണ്. AIDMKയുമായും വിജയ് സഖ്യത്തിലേർപ്പെട്ടേക്കാം. എന്നിരുന്നാലും സംസ്ഥാനത്തെ 234 സീറ്റുകളിൽ പകുതിയിലധികം സീറ്റുകൾ വേണമെന്ന TVKയുടെ ആവശ്യവും വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടലും സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ തിരക്കഥ മാറിമറിഞ്ഞു. AIDMK തങ്ങളുടെ ഭരണം വീണ്ടെടുക്കാൻ TVKയുമായി കൈകോർക്കാൻ തയ്യാറായേക്കാം. DMKക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച വിജയ് അവരുമായി കൈകോർക്കാൻ സാധ്യതയില്ല. DMK TVKയുടെ രാഷ്ട്രീയ ശത്രുവും BJP പ്രത്യയശാസ്ത്ര ശത്രുവുമാണെന്ന് വിജയ് വ്യക്തമാക്കിയിരുന്നു. DMKയും BJPയും തമ്മിൽ രഹസ്യ ഇടപാടുണ്ടെന്നും പരാജയത്തിന് ശേഷം അഴിമതി കേസുകൾ ഒഴിവാക്കാൻ സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലിൽ വീഴുമെന്നുമായിരുന്നു വിജയുടെ ആരോപണം. TVKയുമായി സഖ്യം ഉണ്ടാക്കണമെങ്കിൽ BJP ബന്ധം ഉപേക്ഷിക്കാൻ അദ്ദേഹം AIDMKയോട് ആവശ്യപ്പെട്ടേക്കാം. പക്ഷേ തകർന്ന AIDMK മുന്നണിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് നിർണായകമായത് BJP ആയതിനാൽ അതൊരു വലിയ ചോദ്യമായിരിക്കും. പുതുച്ചേരിയിൽ NDAക്ക് ഭരണ തുടർച്ച. എക്സിറ്റ് പോളുകളെല്ലാം ശരിവയ്ക്കും തരത്തിൽ മുഖ്യമന്ത്രി N രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള AINRCക്ക് വിജയ തുടർച്ചയാണ്. തട്ടാഞ്ചാവടി മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയ N രംഗസ്വാമിയുടെ ജയം മികച്ച ഭൂരിപക്ഷത്തോടെയായിരുന്നു. ആകെയുള്ള 23,578 വോട്ടുകളിൽ 4,441 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥി V വൈദ്യലിംഗത്തിനെ പരാജയപ്പെടുത്തിയത്. 2021 തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് ഇത്തവണ രംഗസ്വാമി സ്വന്തമാക്കിയത്. നാം തമിഴർ കക്ഷി സ്ഥാനാർത്ഥി വിനായകം 5,583 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തിയെന്നത് ശ്രദ്ധേയമാണ്. നെല്ലിത്തോപ്പ് മണ്ഡലത്തിൽ നിലവിലെ BJP MLA റിച്ചാർഡ്സ് ജോൺ കുമാറിനെ 850 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി DMK സ്ഥാനാർത്ഥി V കാർത്തികേയൻ മണ്ഡലം തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ തവണ വെറും 496 വോട്ടുകൾക്ക് കൈവിട്ട മണ്ഡലമാണ് ഇത്തവണ DMK തിരിച്ചുപിടിച്ചത്. തമിഴ്നാട്ടിൽ വിജയക്കൊടി പാറിച്ച വിജയുടെ TVKക്ക് സീറ്റ് നേടാനായില്ലെങ്കിലും പുതുച്ചേരിയിൽ നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറാനായി. പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിശ്ചയിച്ചത് TVKയുടെ വോട്ടുകളായിരുന്നു. നെല്ലിത്തോപ്പ്, ലോസ്പേട്ട്, വിലിയന്നൂർ മണ്ഡലങ്ങളിൽ TVK 5,000-നടുത്ത് വോട്ടുകൾ നേടി. വരും തിരഞ്ഞെടുപ്പിൽ പുതുച്ചേരിയെ കൂടെ കൂട്ടിയാൽ തമിഴക രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന പേരായി വിജയും TVKയും.